കോർണക്കി ഫുട്ബോളിലേക്ക് സ്വാഗതം. അപ്പോഴേ സമ്മർ ട്രാൻസ്ഫർ വിൻഡോ കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പം എല്ലാ ട്രാൻസ്ഫറും ഇനി അടുത്ത വർഷം മാത്രമേ നടക്കുകയുള്ളൂ. ഒരു ക്രേസി ട്രാൻസ്ഫർ വിൻഡോ ആണ് കഴിഞ്ഞു പോയിരിക്കുന്നത്. ഒരുപാട് പണം ഒഴുകിയ ഒരു ട്രാൻസ്ഫർ വിൻഡോ, ട്രാൻസ്ഫർ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പണം ഒഴുകിയ ഒരു ട്രാൻസ്ഫർ വിൻഡോ. അതിൽ തന്നെ പ്രീമിയർ ലീഗ് ക്ലബ്ബുകളാണ് ഏറ്റവും കൂടുതൽ പണം ഒഴുക്കിയത്. 3.53 കണക്കുകൾ അനുസരിച്ച് 3.53 ബില്യൺ തുകയാണ് ചെലവഴിച്ചത്. രണ്ടാമത് സീരിയ, മൂന്നാമത് ബുണ്ടസ് ലീഗ, നാലാമത് ലലീഗയാണ്. അതിൽ തന്നെ ലിവർപൂൾ പ്രീമിയർ ലീഗിലെ ലിവർപൂൾ FC ആണ് ഏറ്റവും കൂടുതൽ പണം ചെലവഴിച്ച ക്ലബ്ബ്. 400 മില്യൺ പൗണ്ട്സിന് മേൽ, 440 മില്യൺ പൗണ്ട്സ് അടുപ്പിച്ചാണ് ലിവർപൂൾ ചെലവാക്കിയത്. അപ്പോൾ ഈ ഒരു സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ ഒരുപാട് ട്വിസ്റ്റ് ആൻഡ് ടേണുകൾ നമ്മൾ കണ്ടു. നാടകീയത, സ്ട്രൈക്കിംഗ് മൂവ്മെന്റുകൾ, ബിഡിംഗ് വാറുകൾ, ഹൈജാക്കുകൾ എല്ലാം കണ്ട ഒരു ട്രാൻസ്ഫർ വിൻഡോയാണ് കഴിഞ്ഞു പോകുന്നത്. അപ്പം ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോയിൽ നേട്ടം നേടിയത് ആരൊക്കെയാണ് നമുക്ക് ജസ്റ്റ് നോക്കാമല്ലോ. കാരണം ഡെഡ് ലൈൻ ഡേയിൽ ഒരുപാട് നാടകീയത നമ്മൾ കണ്ടു. ഡെഡ് ലൈൻ ഡേയിലാണ് അലക്സാണ്ടർ ഇസാക്കിനെ ലിവർപൂൾ സൈൻ ചെയ്യുന്നത്. ബ്രിട്ടീഷ് റെക്കോർഡ് ഫീക്കാണ് 130 മില്യൺ പൗണ്ട്സ് ആണ് ലിവർപൂൾ സൈൻ ചെയ്യുന്നത്. ലോകത്തിലെ മൂന്നാമത്തെ വലിയ ഡീലാണെന്ന് തോന്നുന്നു. കാരണം എംബാപ്പയ്ക്കും നെയ്മറിന് ശേഷം മൂന്നാമത്തെ വലിയ ഡീലാണ് ഇസാക്കിന് വേണ്ടി ലിവർപൂൾ ചെലവഴിച്ചത്. അപ്പം ആദ്യമേ തന്നെ ഫ്ലോറിയൻ വീട്സിന് വേണ്ടി 116 മില്യൺ പൗണ്ട്സ് ഒരു റെക്കോർഡ് ഫീ ആണ് ലിവർപൂൾ ചെലവഴിച്ചത്. അതിനുശേഷം ഇസാക്കിന് വേണ്ടി അത് യൂറോയിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ എനിക്ക് 150 മില്യൺ 155 മില്യൺ യൂറോസ് ആണ് അത് വരുന്നത് തോന്നുന്നു. എന്നിരുന്നാൽ പോലും പ്രത്യക്ഷമായിട്ട് ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോയിൽ ഏറ്റവും കൂടുതൽ നേട്ടം നേടിയത്, സൈനികൾ നടത്തിയതും അതുപോലെ തന്നെ ഒരുപോലെ സെയിലും ചെയ്ത ഒരു ക്ലബ്ബായിട്ട് നമുക്ക് ലിവർപൂൾ FC പറയേണ്ടി വരും. എൻ്റെ ഒരു പേടി എന്ന് വെച്ചാൽ ഈ ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ ഊക്ക് വാങ്ങാൻ സാധ്യതയുള്ള ടീമും അതൊരു ലിവർപൂൾ FC തന്നെയായിരിക്കും. കാരണം ഇത്ര പണം മുടക്കിയിട്ട് ഏതെങ്കിലും ഒരു കോമ്പറ്റീഷനിൽ പെട്ടെന്ന് ഔട്ടായാൽ ട്രോളുകളുടെ പൂരമായിരിക്കും. അത് പറയാതിരിക്കാൻ വയ്യ. അപ്പം എല്ലാം ഈ യൂറോപ്പിൽ തന്നെ വൺ ഓഫ് ദ ഫിയറി അറ്റാക്കും ഇപ്പൊ ഇസാക്കിന്റെ വരയോടെ ലിവർപൂൾ മാറിയതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം യൂറോപ്പിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് സ്ട്രൈക്കറും കൂടെയാണ് അലക്സാണ്ടർ ഇസാക്ക്. അപ്പോൾ ഇന്റർനാഷണൽ ബ്രേക്ക് കഴിഞ്ഞ് എല്ലാവരും ഉറ്റുനോക്കുന്നത് ലിവർപൂളിന്റെ അറ്റാക്കിനെ തന്നെയായിരിക്കും. കാരണം ഫ്ലോറിയൻ വീട്സും സാലയും ഇക്കിറ്റിക്കയും ഇസാക്കും അതുപോലെ തന്നെ ഒരുപോലെ ഗാക്കയും. അപ്പൊ അർനെ സ്ലോട്ടിന്റെ പ്ലാൻ എന്തായിരിക്കും? ഇസാക്കും ഇക്കിറ്റിക്കയും ഒരേ പ്രൊഫൈലുള്ള രണ്ട് അറ്റാക്കേഴ്സ്, രണ്ട് സ്ട്രൈക്കേഴ്സ് ആണ്. അപ്പൊ എന്തായിരിക്കും അർനെ സ്ലോട്ടിന്റെ പ്ലാൻ എന്ന് ഈ ഒരു ഇന്റർനാഷണൽ ബ്രേക്ക് കഴിഞ്ഞാൽ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. എന്നിരുന്നാൽ പോലും ഈ ഒരു ട്രാൻസ്ഫറിന് ഏറ്റവും കൂടുതൽ നേട്ടം കൈവരിച്ചൊരു ടീമായിട്ട് നമുക്ക് ലിവർപൂൾ FC പറയാൻ സാധിക്കും. കാരണം ഫ്ലോറിയൻ വീഴ്സ്, ഇക്കിറ്റിക്കെ, അലക്സാണ്ടർ ഇസാക്ക്, ഫ്രിംപോങ്, ക്രിക്കസ്, ജിയോവാനി ലിയോണി. അതിനുശേഷം നമുക്ക് ഒരു അവസാന നിമിഷം ഡെഡ് ലൈൻ ഡേയിൽ ഒരു നാടകീയത കണ്ടു. കാരണം മാർക്ക് ഗേഹി ഇതേപോലെ ഫീ ഒക്കെ അംഗീകരിച്ചു, 35 മില്യൺ പൗണ്ട്സിന്റെ ഫീ അംഗീകരിച്ചു, മെഡിക്കലൊക്കെ കഴിഞ്ഞു. അവസാനം ആ ഒരു ഫൈനലൈസ് ചെയ്യേണ്ട സമയത്താണ് ക്രിസ്റ്റൽ പാലസ് ഇതേപോലെ നോട്ടം വിട്ടിരുന്ന ഗെയ്ഹിയുടെ റീപ്ലേസ്മെന്റ് ആയിട്ട് ബ്രൈറ്റന്റെ ഈഗറിനാണ് അവർ നോട്ടമിടുന്നത്. അവസാന നിമിഷം അത് കൊളാപ്സ് ചെയ്തുകൊണ്ട് ഗെയ്ഹിയുടെ ആ ഒരു ട്രാൻസ്ഫർ അവർ നിർത്തിവെച്ചു. കാരണം ഗ്ലാൻസർ അല്പം ഉടക്കി. കാരണം ഒരു റീപ്ലേസ്മെന്റ് ആവാതെ ഒരു പ്ലെയറിനെ സെയിൽ ചെയ്യാൻ അദ്ദേഹം സമ്മതിച്ചില്ല എന്നാണ് കേൾക്കുന്നത്. എന്നിരുന്നാൽ പോലും അവസാന നിമിഷം ആ ഒരു നാടകീയത ആ ഒരു ഡെഡ് ലൈൻ ഡേയിൽ നമുക്ക് കണ്ടു. ഇതുപോലെ തന്നെ ഒരുപാട് 200 മില്യന് മേൽ സെയിലും 200 മില്യൺ യൂറോസിന് മേൽ സെയിലും ഒരുപോലെ ലിവർപൂൾ നടത്തിയിട്ടുണ്ട്. കാരണം കോൺസ, കെല്ലഹർ, ലൂയിസ് ഡിയാസ്, നൂനസിന്റെ ആ ഒരു കുറെ സെയിൽ വക 200 മില്യന് മേൽ ആ ഒരു പണം സ്വരൂപിക്കാനും ലിവർപൂളിനെ കൊണ്ട് സാധിച്ചു. എനിക്ക് തോന്നുന്നു, എൻ്റെ ഒരു അഭിപ്രായത്തിലും ചിലപ്പോൾ നിങ്ങളുടെ അഭിപ്രായം അത് തന്നെയായിരിക്കാം, ലിവർപൂൾ FC ആണ് ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോയിൽ ഏറ്റവും കൂടുതൽ നല്ലൊരു സൈനിങ് നടത്തിയതായിട്ട് ഫീൽ ചെയ്യുന്നത്. ഇപ്പൊ രണ്ടാമതൊന്ന് നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ചെൽസി ആയിരിക്കാം അല്ലെ. ചെൽസി ഇത് ഒരുപാട് സെയിലും ചെൽസി ഇതിനോടൊക്കെ നടത്തിയിട്ടുണ്ട്. 300 മില്യന് മേൽ സെയിലിലൂടെ ചെൽസി ആ ഒരു പണം സ്വരൂപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയുള്ള സൈനിങ്ങൾ നടത്തിയിട്ടുണ്ട്. കാരണം ജാവോ പെഡ്രോ ഈ സീസണിൽ ചെൽസിക്ക് വേണ്ടി 7-8 ഗോൾ ഇതിനോട് തന്നെ അടിച്ചു കൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ലയാൻ ഡലാപ്പ് എന്ന സ്ട്രൈക്കറിനെയും ജെയ്മി ഗിറ്റൻസ് എന്ന് പറഞ്ഞ വിങ്ങറിനെയും അതുപോലെ തന്നെ എസ്റ്റാവയെ വന്നു. ഇപ്പൊ ഗർനാച്ചോനെ സൈൻ ചെയ്തു. അതുപോലെ തന്നെ നല്ല സൈനികളാണ് ഈ ഒരു സീസണിൽ ലോക ചാമ്പ്യന്മാർ നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് സെയിലും നടത്തിയിട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു രണ്ടാമത് ആ ഒരു ഇതിൽ വരുന്ന എനിക്ക് ചെൽസി തന്നെ ആയിരിക്കും. അപ്പൊ മൂന്നാമത് നമുക്ക് പറയാം, എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആർസണൽ തന്നെയാണ് മൂന്നാമത്. കാരണം ക്വാളിറ്റിയുള്ള സൈനികളാണ് ആർസണൽ നടത്തിയിട്ടുള്ളത്. കാരണം അവരുടെ ആ ഒരു സ്ട്രൈക്കറിന്റെ തലവേദന സൃഷ്ടിച്ച ആ ഒരു ഭാഗമായിരുന്നു സ്ട്രൈക്കർ. അപ്പൊ അതിന് പകരം ഗോയ്ക്കർസിനെ തന്നെ അവർ നല്ല ഫീ കൊടുത്ത് കൊണ്ടുവന്നു. പിന്നെ മഡ്വേക്കിനെ കൊണ്ടുവന്നു, വിങ്ങറായിട്ട് നോർഗാർഡ്, സിബമെൻഡി. അവസാനം ക്വാളിറ്റിയുള്ള പ്രീമിയർ ലീഗിൽ തന്നെ പ്രൂവൺ പ്ലെയർ എബ്രിസി എസിനെ കൊണ്ടുവന്നു. കെപ്പയെ സൈൻ ചെയ്തു. ഇപ്പൊ അവസാനം ഡെഡ് ലൈൻ ഡേയിൽ ഹൈൻ കെപ്പിനെ സൈൻ ചെയ്തു.
ആ ഒരു ലോൺ അടിസ്ഥാനത്തിൽ അങ്ങനെ ഒരു ക്വാളിറ്റിയുള്ള സൈനിങ് ആണ് അർട്ടേറ്റയുടെ സൈഡ് നടത്തിയിട്ടുള്ളത്. അപ്പൊ ഇനിയൊരു എക്സ്ക്യൂസും അർട്ടേറ്റയ്ക്ക് പറയാൻ സാധിക്കില്ല. കാരണം ഡെപ്ത് ഇല്ല, സ്ട്രൈക്കർ ഇല്ല, അങ്ങനെ ഒരു എക്സ്ക്യൂസും ഈ ഒരു സീസണിൽ അർട്ടേറ്റയെ കൊണ്ട് പറയാൻ സാധിക്കില്ല. നല്ലൊരു റിസൾട്ട് തന്നെയാണ് ഈ ഒരു സീസണിൽ ആർസണൽ ഫാൻസൊക്കെ ഉദ്ദേശിക്കുന്നത്. അതിലോട്ട് തന്നെയാണ് ആർസണൽ ഒരു മുൻപത്തെ യാത്ര എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ മൂന്നാമത് അത് ആർസണൽ തന്നെയാണ്. അപ്പൊ നാലാമത് എനിക്ക് ഫീൽ ചെയ്യുന്നത് അത് റയൽ മാഡ്രിഡ് ആയിരിക്കും അല്ലെ. റയൽ മാഡ്രിഡ് നല്ല ക്വാളിറ്റിയുള്ള സൈനിങ് ആണ് ഈ ഒരു സീസണിൽ നടത്തിയിട്ടുള്ളത്. കാരണം ഒന്ന് ഡീൻ ഹോയ്സൺ തന്നെ. കാരണം ഈ റയൽ മാഡ്രിഡ് ഈ ഇത്ര കളി നടന്നതിൽ ഏറ്റവും കൂടുതൽ കംപ്ലീറ്റഡ് പാസിങ് ചെയ്ത ഒരു പ്ലെയർ അത് ഡീൻ ഹോയ്സൺ ആണ്. എന്താ പറയുക, ഒരു ബോളറാണ്. ബാക്കിൽ നിന്ന് ബിൽഡപ്പ് നടത്താൻ പറ്റിയൊരു താരം. കാരണം ഏരിയൽ വിൻ ചെയ്യാനും ഡിഫൻസിലും ഒരുപോലെ അറ്റാക്കിലും ഒരുപോലെ കോർഡിനേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു കംപ്ലീറ്റ് പ്ലെയർ ആയിട്ടാണ് ഈ ഒരു കളിയിൽ നിന്നും ഡീൻ ഹോയ്സൺ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതുപോലെ തന്നെ കറേറസ് കഴിഞ്ഞ ലാസ്റ്റ് കളിയിൽ ഒരു അവസാന ആ ഗോൾ ലൈൻ ക്ലിയറൻസ് ഒക്കെ നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ ലിവർപൂളിന്റെ റൈറ്റ് ബാക്കായ വൺ ഓഫ് ദ ബെസ്റ്റ് റൈറ്റ് ബാക്കായ ട്രെൻഡിനെ വരെ അവർ സൈൻ ചെയ്തു. ഇപ്പം മസ്താനെ സൈൻ ചെയ്തു. അങ്ങനെ ക്വാളിറ്റിയുള്ള സൈനിങ് ആണ് ഓൾറെഡി തന്നെ റയൽ മാഡ്രിഡ് ഈ ഒരു സീസണിൽ നടത്തിയിട്ടുള്ളത്. അപ്പൊ ക്വാളിറ്റിയുള്ള സ്ക്വാഡ് തന്നെയാണ് സാബിക്കുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു നല്ലൊരു ഈ ഒരു സമ്മറിലെ നല്ലൊരു സൈനിങ് നടത്തിയിട്ടുള്ള ടീമായിട്ട് എനിക്ക് നാലാമതായിട്ട് ഫീൽ ചെയ്യുന്നത് റയൽ മാഡ്രിഡ് ആണ്. അപ്പൊ അഞ്ചാമതായിട്ട് എനിക്ക് തോന്നുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണെന്ന് തോന്നുന്നു. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വരാം, അല്ലെങ്കിൽ സിറ്റി നമുക്ക് ആ ഒരു ഇതിലേക്ക് കൊണ്ടുവരാം. കാരണം സിറ്റി ഇതേപോലെ ക്വാളിറ്റിയുള്ള സൈനിങ്ങൾ നടത്തിയിട്ടുള്ളത്. അവസാനം ഡെഡ് ലൈൻ ഡേയിൽ ഡൊണ്ണറൂമേനെ സൈൻ ചെയ്തിട്ടുണ്ട്. PSG കാവൽക്കാരനെ ഡൊണ്ണറൂമേനെ അവസാന നിമിഷം ആ ഒരു നാടകീയം നമ്മൾ കണ്ടു. ഗലാറ്റസറി നോട്ടം വിട്ടു എഡേഴ്സനെ. ലാസ്റ്റ് പിന്നെ ഫെർണബെഷയാണ് എഡേഴ്സനെ സൈൻ ചെയ്തത്. അതുപോലെ തന്നെ ഗലാറ്റസറി ഗുണ്ടുവാനെ സൈൻ ചെയ്തു. അക്കാഞ്ചി ഇന്ററിലേക്ക് പോയി. അപ്പോൾ അവസാന നിമിഷം ഡൊണ്ണറൂമേനെ സിറ്റി സൈൻ ചെയ്തു. അപ്പം ഒരുപോലെ തന്നെ പിക്ഫോർഡും ഈ ഒരു സമ്മറിൽ ഒരു ഗോൾ കീപ്പറിന് വേണ്ടി ട്രാഫോർഡിനെ സൈൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ റയാൻ ചെർക്കി, ഐറ്റ്നൂറി, ടിജാനി, റെയിൻഡേഴ്സ് അങ്ങനെയുള്ള ക്വാളിറ്റിയുള്ള താരങ്ങളാണ് സിറ്റി ഈ ഒരു സമ്മറിൽ സൈൻ ചെയ്തിട്ടുള്ളത്. അങ്ങനെ എനിക്ക് തോന്നുന്നു സിറ്റിയും ഈ ഒരു സമ്മറിൽ ഗെയിൻ ചെയ്ത നല്ലൊരു ടീമാണ്. അപ്പം റിസൾട്ട് ഈ 2-3 കളിയിൽ റിസൾട്ട് അവർ ഉദ്ദേശിച്ച റിസൾട്ട് വന്നിട്ടില്ല. എന്തായാലും പെപ്പ് ആ ഒരു സിസ്റ്റത്തിൽ എന്തായാലും ചേഞ്ചസുകൾ വരുത്തും. ആ ഇന്റർനാഷണൽ ബ്രേക്ക് കഴിഞ്ഞ് പുതിയൊരു പെപ്പിന്റെ സിസ്റ്റത്തിൽ ചേഞ്ച് ചെയ്തിട്ടുള്ള നല്ലൊരു സിറ്റി നമുക്ക് കാണാൻ സാധിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി അടുത്തതായി എനിക്ക് തോന്നുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് തന്നെയായിരിക്കും. പക്ഷെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഒരു പൊസിഷൻ അവർ ഇപ്പോഴും നികത്തിയിട്ടില്ല. മിഡ്ഫീൽഡ് അവർ ഉദ്ദേശിച്ച ഒരു ക്വാളിറ്റിയുള്ള ഒരു മിഡ്ഫീൽഡ് പ്ലെയറിനെ ഈ ഒരു സമ്മറിൽ കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. അത് തന്നെയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ആരാധകർ ഒരു നിരാശയും എന്ന് എനിക്ക് തോന്നുന്നു. അവസാന നിമിഷമാണ് ഡെഡ് ലൈൻ ഡേയിലാണ് ആ ഒരു എമീരെ ഒരു പുകമറ നമ്മൾ കണ്ടു. കാരണം എമി പേസട്ടെ അംഗീകരിച്ചു, എമീനെ സൈൻ ചെയ്യാൻ പോകുന്നു എന്ന് നമ്മൾ ഒരു തവണ കണ്ട സ്ഥലത്ത് നിന്നാണ് അവസാനം ലാമിൻസിനെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സൈൻ ചെയ്യുന്നത്. ലാമിൻസിനെ അൺഡ്രോപ്പ് എന്നാണ് സെന്നി ലാമിൻസിന് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആ ഒരു ഗോളിയുടെ ഒരു പൊസിഷന് വേണ്ടി സൈൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ ക്വാളിറ്റിയുള്ള സൈനിങ്ങൾ അവർ ഓൾറെഡി തന്നെ നടത്തിയിട്ടുണ്ട്. കാരണം മാത്യൂസ് ക്യൂന, ബ്രയൻ എംബൂമോ, അതുപോലെ തന്നെ ഫോർവേഡ് ആയിട്ടുള്ള ബെഞ്ചമിൻ സെഷ്കോനൊക്കെ അവർ സൈൻ ചെയ്തിട്ടുണ്ട് ഈ ഒരു ഇതിൽ. അപ്പൊ എന്തായാലും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എനിക്ക് തോന്നുന്നു നല്ലൊരു സൈനിങ് ആണ് നടത്തിയിട്ടുള്ളത്. അതിനൊത്ത റിസൾട്ടും ഇനി അമോറിമിന് നടത്തേണ്ടതുണ്ട്. നല്ലൊരു സീസണിന് വേണ്ടിയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആരാധകരും പ്രതീക്ഷിക്കുന്നത്. അപ്പൊ അതിനുശേഷം എനിക്ക് തോന്നുന്നു ന്യൂക്കാസിൽ യുണൈറ്റഡിനെ പറയാനല്ലേ. ന്യൂക്കാസിൽ യുണൈറ്റഡ് ഇതേപോലെ ഈ ഒരു സമ്മർ വിൻഡിൽ ഏറ്റവും കൂടുതൽ പഴിക്കേട്ട് ഏറ്റവും കൂടുതൽ എന്താ പറയാ നോട്ടമിട്ട താരങ്ങളൊക്കെ മറ്റുള്ള താരങ്ങൾ മറ്റുള്ള ടീമുകൾ വന്ന് റാഞ്ചി പോയി നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അലക്സാണ്ടർ ഇസാക്കിനെ ഹോൾഡ് ചെയ്യാൻ ശ്രമിച്ചു, നിലനിർത്താൻ ശ്രമിച്ചു, നടന്നില്ല. പുള്ളിക്കാരൻ സ്ട്രൈക്കിന്റെ ഇതിലായി പോയി. ലാസ്റ്റ് പിന്നെ ന്യൂക്കാസിന് വേണ്ടി കളിക്കാൻ സാധിക്കില്ല എന്ന് വരെ പറഞ്ഞു. അങ്ങനെ അവിടെ നിന്നാണ് അവിടെ പിന്നെ നിക്കോ വോൾട്ട്മേഡിനെ സ്റ്റുഗാർട്ടിൽ നിന്ന് 85 മില്യൺ യൂറോസിന് ന്യൂക്കാസിൽ യുണൈറ്റഡ് സൈൻ ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ ഇസാക്കിനെ റിലീസ് ചെയ്യുമെന്ന് വിചാരിച്ചു. പിന്നെ അതും നടന്നില്ല. പിന്നെ യോം വിസേനെ അവർ സൈൻ ചെയ്തതിനു ശേഷമാണ് യഥാർത്ഥത്തിൽ അലക്സാണ്ടർ ഇസാക്കിനെ ആ ഒരു ബ്രിട്ടീഷ് റെക്കോർഡ് ഫീക്ക് അവർ സെയിൽ ചെയ്തത്. വിസേന ഇതേപോലെ 55 മില്യൺ പൗണ്ടിനാണെന്ന് തോന്നുന്നു ബ്രെൻഫോർഡിൽ നിന്ന് അവർ സൈൻ ചെയ്യുന്നത്. കാരണം ബ്രെൻഫോർഡ് ഇതേപോലെ 1-2 ഡീലുകൾ നിരസിച്ചു. ന്യൂക്കാസിൽ യുണൈറ്റഡിന്റെ അവസാനമാണ് അവർ 55 മില്യൺ പൗണ്ടിന്റെ ആ ഒരു ഡീലിന് അവസാനം അംഗീകാരം ഇരു ക്ലബ്ബുകൾ നൽകുന്നത്. ന്യൂക്കാസിൽ യുണൈറ്റഡിന്റെ ഭാഗത്ത് നിന്ന് വെച്ച് നോക്കുകയാണെങ്കിൽ നല്ല സൈനിങ്ങളാണ് നടത്തിയിട്ടുള്ളത്. ജാക്കബ് റാംസിനൊക്കെ സൈൻ ചെയ്തിട്ടുണ്ട് ന്യൂക്കാസിൽ യുണൈറ്റഡ്. അങ്ങനെ ന്യൂക്കാസിന്റെ ഭാഗത്ത് നിന്ന് നോക്കിയാൽ നല്ലൊരു സൈനിങ് ആണ് ഈ ഒരു സമ്മർ നടത്തിയിട്ടുള്ളത്. അപ്പം പിന്നെ അടുത്ത് എനിക്ക് പറയാനുള്ളത് എനിക്ക് തോന്നുന്നു സ്പേഴ്സ് ഇതേപോലെ അവസാന നിമിഷം സമീനയ്ക്ക് വേണ്ടിയൊക്കെ ശ്രമിച്ചു, നിക്കോ പാസിന് വേണ്ടി ശ്രമിച്ചു, അതൊന്നും നടന്നില്ല. ആ ഡെഡ് ലൈനാണ് PSG കോളോ മോനിനെ ഇതേപോലെ ഒരു ലോൺ ഡീലിൽ സ്പേഴ്സ് സൈൻ ചെയ്യുന്നത്.
അതുപോലെ തന്നെ സാവി സിമൻസ് തന്നെയാണ് സ്പേഴ്സിന്റെ മറ്റൊരു നല്ലൊരു സൈനികമാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കൂഡോസിനെ സൈൻ ചെയ്തു. അപ്പൊ സാവിനയ്ക്ക് വേണ്ടി പോയി, അത് നടന്നില്ല. ഗിബ്സ് വൈറ്റിന് വേണ്ടി പോയി, അത് നടന്നില്ല. അപ്പൊ നിലവിൽ ഇപ്പൊ നല്ല സൈനിങ് ആണ് സ്പേഴ്സ് നടത്തിയിട്ടുള്ളത്. നല്ലൊരു തുടക്കം തന്നെയാണ് തോമസ് ഫ്രാങ്കിന്റെ സൈഡ് ഓൾറെഡി നടത്തിയിട്ടുള്ളത്. അപ്പം സ്പേഴ്സിന്റെ ആരാധകർ അതുപോലെ തന്നെയാണ് നല്ല പ്രതീക്ഷയിലാണ് ഈ തോമസ് ഫ്രാങ്കിന്റെ കീഴിലുള്ള ആ ഒരു സ്പേഴ്സിൽ. അവസാനത്തെ കളി തോൽവിയാണ് വഴങ്ങിയത് FC ബോൺമന്തിനെതിരെ ഹോമിൽ. അപ്പൊ ഒരു ഇന്റർനാഷണൽ ബ്രേക്ക് കഴിഞ്ഞാൽ നല്ലൊരു പെർഫോമൻസിന് വേണ്ടിയാണ് സ്പേഴ്സിന്റെ ആരാധകരും കാത്തിരിക്കുന്നത്. അപ്പം ബാഴ്സലോണയ്ക്ക് പറയാനുള്ള ഒരു സൈനിങ്, യഥാർത്ഥ നല്ലൊരു ക്വാളിറ്റിയുള്ള സൈനിങ്ങൾ, നല്ല ബിഗ് സൈനിങ്ങൾ നടന്നിട്ടില്ല. ഗാർസയും ഗോൾ കീപ്പറായിട്ട് ഗാർസയും കൊണ്ടുവന്നു. അതുപോലെ തന്നെ റൂണി ബഗാദീനെ ഇതേപോലെ സൈൻ ചെയ്തു. അപ്പം റാഷ്ഫോർഡിനെ ഇതേപോലെ അവസാനത്തെ നിമിഷത്തിലാണ്, റാഷ്ഫോർഡ് ഇതേപോലെ ഒരു ലോൺ അടിസ്ഥാനത്തിലാണ് മാൻസിറ്റി സൈൻ ചെയ്തത്. അതുപോലെ മാൻസിന്റെ മറ്റൊരു കാര്യം ഞാൻ പറയാൻ പറഞ്ഞത്, അവസാന നിമിഷം ലോൺ ഡീലിൽ ഇതേപോലെ നെപ്പോളിയിലേക്ക് ഹോയ്ലൻഡ് പോയി. അപ്പം ജാദൻ സാഞ്ചോ ഇപ്പൊ ആസ്റ്റൺ വില്ലയ്ക്ക് വേണ്ടി ലോൺ ഡീലിൽ സൈൻ ചെയ്തു. അതുപോലെ തന്നെ റയൽ ബേറ്റിസ് ആന്റണീനെ 27 മില്യൺ പൗണ്ടിലാണ് തോന്നുന്നല്ലേ ആന്റണീനെ സൈൻ ചെയ്ത് പെർമനന്റ് ഡീൽ സൈൻ ചെയ്തു. 50 സെല്ലോൺ ക്ലോസ് വെച്ചാണ് ആ ഒരു ഡീൽ സൈൻ ചെയ്തത്. അങ്ങനെ കുറെ പ്ലേയേഴ്സിനെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഈ ഒരു സമ്മറിൽ തന്നെ ഒഴിവാക്കിയിട്ടുണ്ട്. പക്ഷെ അവർ ഉദ്ദേശിച്ച ആ ഒരു ക്വാളിറ്റിയുള്ള മിഡ്ഫീൽഡിനെ കൊണ്ടുവരാൻ അവർക്ക് ഈ ഒരു സമ്മറിൽ കഴിഞ്ഞിട്ടില്ല. എന്നിരുന്നാൽ പോലും അവസാനം ഡെഡ് ലൈൻ ഡേയിൽ ഒരുപാട് സൈനികളാണ് നടന്നിട്ടുള്ളത്. കുറേയധികം അല്ലാതെ ഞാൻ ഒരു ടോപ്പ് 6 ഒരു ക്വാളിറ്റി ടീമിന്റെ മാത്രം എന്ന് വെച്ചാൽ യൂറോപ്പിൽ തന്നെ കുറെ നല്ല ടീമിന്റെ മാത്രം കാര്യങ്ങൾ മാത്രമേ പറയൂ. ഇതിനോടൊപ്പം തന്നെ ഒരുപാട് ആസ്റ്റൺ വില്ലയ്ക്ക് ആയിരുന്നാലും, ന്യൂകാസിലായിരുന്നാലും, ബ്രൈറ്റൻ ആയിരുന്നാലും, ക്രിസ്റ്റൽ പാലസ് ആയിരുന്നാലും, ഇപ്പം പ്രീമിയർ ലീഗ്, അതുപോലെ തന്നെ ലലീഗയിൽ വേറെ അത്ലറ്റിക്കോ മാഡ്രിഡ് ആയിരുന്നാലും ഒരുപാട് സൈനികൾ എല്ലാം നടത്തിയിട്ടുണ്ട്. അത്ലറ്റിക്കോ മാഡ്രിഡ് എനിക്ക് തോന്നുന്നു ലലീഗയിൽ റയൽമാഡിന് ശേഷം ഏറ്റവും കൂടുതൽ സൈനികൾ നടത്തിയിട്ടുള്ള മറ്റൊരു ടീം അത്ലറ്റിക്കോ മാഡ്രിഡ് ആണെന്ന് തോന്നുന്നു. അപ്പൊ പറയാമെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു സമ്മർ വിൻഡോയിൽ ഏറ്റവും കൂടുതൽ ക്വാളിറ്റി സൈനിങ് നടത്തിയ ലിവർപൂൾ ആണ്. ഈ സീസണിൽ ഏറ്റവും കൂടുതൽ ഊക്ക് വാങ്ങിക്കാൻ സാധ്യതയുള്ളൂ, ട്രോൾ വാങ്ങിക്കാൻ സാധ്യതയുള്ള ലിവർപൂൾ തന്നെയാണ്. അപ്പൊ ഇങ്ങനെയായിരുന്നു യഥാർത്ഥത്തിൽ ഒരുപാട് ബില്യൺസിന്റെ ഡീലുകളാണ് ഈ ഒരു സമ്മർ വിൻഡോയിൽ നടന്നിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ പണം ഒഴുകിയ സമ്മർ വിൻഡോയും ഈ ഒരു സമ്മർ വിൻഡോ തന്നെയായിരുന്നു. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് എന്റെ താഴെ കമന്റിലൂടെ അറിയിക്കുക. അപ്പൊ പുതിയൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും. നമസ്കാരം.